ഹലോ, നമുക്ക് ഇന്ന് ഒരു അക്വേറിയം എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാവേ. ഞങ്ങൾ അതിനായി ആദ്യം ഗ്ലാസ് കടയിൽ ചെന്ന് 4 mm തിക്നെസ് ഉള്ള ഗ്ലാസ് മേടിച്ചു. അത് കടക്കാർ അതിന് കറക്റ്റ് സൈസ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് തന്നു. അതിൻ്റെ കൂടുതൽ സിലിക്കോൺ ക്ലിയർ എന്ന പശ മേടിച്ചു. അത് വെച്ച് ഗ്ലാസിൻ്റെ 4 സൈഡുകൾ 4 ഗ്ലാസ്സുകൾ ഒട്ടിച്ചു, താഴത്തെ ഗ്ലാസ്സുകൾ ഒട്ടിച്ചു. അങ്ങനെ അത് ഏതാനും കുറേ സമയങ്ങൾക്ക് ശേഷം അത് സെറ്റായി. അതിനുശേഷം നമ്മൾ അക്വേറിയം കടയിൽ നിന്ന് വൈറ്റ് സ്റ്റോൺ മേടിച്ചു, അത് തൂക്കി മേടിച്ച് നമ്മളത് കഴുകി അക്വേറിയത്തിലിട്ടു. അതുപോലെ തന്നെ മുറ്റത്തുള്ള കല്ലുകളും മറ്റും അതിൻ്റെ നിക്ഷേപിച്ചു. അതുപോലെ തന്നെ അക്വേറിയം കടയിൽ നിന്ന് തന്നെ ഡബിൾ സൈഡ് ഷീറ്റ് മേടിച്ചു. അത് അക്വേറിയത്തിന് ബാക്കിൽ ഒട്ടിക്കാം. 2 സീനറികളുണ്ട്. അതിലേറ്റവും നല്ല സീനറി നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ അത് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് അക്വേറിയത്തിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചു. അങ്ങനെ അത് സെറ്റായതിനു ശേഷം അതിൻ്റെ അതിൻ്റെ ഭംഗിയുള്ളത് നോക്കി മാത്രം ഒട്ടിച്ചാൽ മതി. അത് 2 സൈഡുണ്ട്, അതിലേതെങ്കിലും നല്ലൊരു സ്പെയർ നോക്കി നമ്മൾ ഒട്ടിച്ചു. അതിന് ശേഷം നമ്മൾ ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ അകത്ത് സ്റ്റോൺ ഇട്ടത് കൂടാതെ നമ്മുടെ കുറേ ഷെല്ലുകളുണ്ട്. നമ്മൾ ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്ത ഷെല്ലുകളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഷെല്ലുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് കുറച്ച് മാത്രം നമ്മളതിൻ്റെ അകത്ത് അക്വേറിയത്തിൻ്റെ അകത്ത് ഇടാൻ പോവുകയാണേ. കണ്ടോ, പല വെറൈറ്റി ഷെല്ലുകൾ നമ്മുടെ കയ്യിലുണ്ട്, പല കളക്ഷനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചെണ്ണം മാത്രം ജസ്റ്റ് നമുക്ക് കാണാനൊരു കൗതുകം തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ഷെല്ലുകൾ മാത്രം നമ്മളതിൻ്റെ അകത്ത് ഇടുകയാണ്. അങ്ങനെ നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്തേക്ക് കുറച്ച് ഷെല്ലുകൾ നിക്ഷേപിക്കുന്നു. അത് ഓർഡറൊന്നുമില്ല, ചുമ്മാ ഒരു കാണാൻ ഭംഗി തോന്നുന്ന രീതിയിൽ അതിലേക്ക് നിരത്തിയിട്ടാൽ മാത്രം മതി. അതുപോലെ നമ്മൾ ഈ മുറ്റത്തുള്ള ചെറിയ കല്ലുകളും വെട്ടുകല്ലിൻ്റെ പീസും അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കിട്ടാനായിട്ട് വെട്ടുകല്ലിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ഇടുവാണെങ്കിൽ വൃത്തിയായിട്ട്. ചിലർ മരത്തിൻ്റെ പഴയ തടികളൊക്കെ കഴുകി എടുത്ത് അതിനകത്ത് ഇടാറുണ്ട്. ചിലർ ചെടി പിടിപ്പിക്കാറുണ്ട്. ഓരോ ഭംഗിക്കൊണ്ട് ഓരോരുത്തർ ഓരോ രീതികളാണ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ അകത്ത് സ്റ്റോൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ നമ്മൾ എയർ കൊടുക്കാനായിട്ട് ഒരു മോട്ടർ മേടിച്ചിട്ടുണ്ട്. അത് ഫിൽറ്റർ ഇല്ലാത്ത സാധാ ഒരു മോട്ടർ മാത്രമായിട്ട് മേടിച്ചത്, എയർ പമ്പ് മാത്രമായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഒരു 170 രൂപയുടെ വിലയുള്ള പമ്പ് മേടിച്ചു. അത് കണക്ട് ചെയ്യാണ്ട് ഒരു 15 കിലോമീറ്റർ വരുന്ന ട്യൂബ് മേടിച്ചു. അതുപോലെ എയർ സ്റ്റോൺ മേടിച്ചു. ഇത് നമ്മൾ അതിൻ്റെ മോട്ടറിൽ കണക്ട് ചെയ്തു. അതുപോലെ നമ്മൾ അക്വേറിയം കടയിൽ നിന്ന് മേടിച്ചൊരു സാധനമാണ് മീൻ തീറ്റ. ഒരു 20 രൂപയുടെ ചെറിയ പാക്കറ്റ് മേടിച്ചു. ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അക്വേറിയത്തിൽ വെള്ളം നിക്ഷേപിക്കാൻ പോവാം. ഏറെക്കുറെ ഒരു 3/4 ഭാഗം വെച്ചത്തോളം നമ്മൾ വെള്ളം അക്വേറിയത്തിൽ നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അക്വേറിയം കടയിൽ മേടിച്ച മീനെ അത് കൂടിൻ്റെ അകത്ത് അവർ തന്ന് വിട്ടേക്കുന്നതാണ്. അത് എയർ ടൈറ്റ് ചെയ്ത് കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് എയർ നിറച്ച് അവർ തന്നേക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ തരുന്നതിൻ്റെ കുറച്ച് കാരണങ്ങൾ പറഞ്ഞാൽ ഈ കൂട് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ജാമായിട്ട് മീൻ ചാകാതിരിക്കാനും ഓക്സിജൻ്റെ ലെവൽ കുറേ ഇരിക്കാനൊക്കെ ആയിട്ടാണ് അവരങ്ങനെ തരുന്നത്. അപ്പോൾ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അക്വേറിയത്തിലേക്ക് പതിയെ ഇറക്കി വെക്കുന്നു. നേരെ മീൻ നമ്മളെടുത്ത വെള്ളത്തിലേക്ക് ഇടുകയല്ലേ ചെയ്യുന്നത്. അത് നമ്മൾ അവിടെ വെള്ളത്തിൽ തന്നെ വെച്ചിരിക്കുന്നു. ആ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറെല്ലാം സെയിം ആകുമ്പോഴത്തേക്കും കൂടുതലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഈ അക്വേറിയത്തിലെ ടെമ്പറേച്ചറൊക്കെ സെയിമായി ആ അക്വേറിയത്തിലെ വെള്ളവും കൂടി ഈ കൂട്ടിലേക്ക് കയറിയ ശേഷം മീൻ ഓരോന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മളെ മീൻകുട്ടന്മാരെല്ലാം വെള്ളത്തിൽ ഓടി കളിച്ചു തുടങ്ങിയിട്ടുണ്ടേ. ചിലർ ഇറങ്ങാൻ താമസം വെച്ചിട്ടുണ്ട്. എന്നാൽ കുറേ പേര് ആദ്യം ചാടി ഇറങ്ങി ഓടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയ ഗോൾഡ് ഫിഷാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അക്വേറിയത്തിൻ്റെ വലിയ സൈസിലൊന്നും കാണാൻ മാത്രമില്ല. അതുകൊണ്ട് നമ്മൾ ആ സെയിം സൈസിലുള്ള ഒരു 3-4 ഗോൾഡ് ഫിഷാണ് മേടിച്ചത്. അങ്ങനെ നമ്മളത് ഒരു കളർഫുള്ളായി കിടക്കട്ടെ എന്നോർത്ത് കുറച്ചുകൂടെ മേടിച്ചു. ഇതിൻ്റെ അകത്തൊരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീനെ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമുണ്ട്. ഒരു പരിധി കൂടി തീറ്റ കൊടുക്കരുത്. ഒരു മീന് 1 അല്ല 2 തരി ഒരു ദിവസം കിട്ടുന്ന രീതിയിലുള്ള അളവിൽ നമ്മൾ കൊടുക്കാവുള്ളൂ. അതിന് മെയിൻ കാരണം വെച്ചാൽ ഇവർക്ക് കൊടുത്തെങ്കിൽ ഇവർ കൂടുതലായിട്ട് കഴിക്കും. അതിനനുസരിച്ച് വെള്ളം പെട്ടെന്ന് ചീത്തയാവും. ഇതിങ്ങളുടെ കാഷ്ടമെല്ലാം അടി വീണിട്ട് പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയല്ല ചീത്തയാവും.
അപ്പം അതിന് വെള്ളത്തിന് ബാഡ് സ്മെല്ലുകൾ വരും, മീൻ പെട്ടെന്ന് അസുഖങ്ങൾ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫിൽറ്റർ വെക്കാം, ഫിൽറ്ററുള്ള എയർ ഫിൽറ്റർ ആയിട്ടുള്ള പമ്പ് എയർ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എയറും വരും, ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ വേസ്റ്റ് അടിയുന്നുണ്ട്. നമ്മൾ അതെല്ലാം മേടിച്ചിരിക്കുന്നത് സാധാ എയർ സ്റ്റോണിൻ്റെ ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി എളുപ്പമുണ്ട്, ഇച്ചിരി കാലതാമസം എടുക്കും. ഇതിൻ്റെ ഫിൽറ്റർ മാത്രം ഒന്ന് വാഷ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഫിൽറ്റർ ചെയ്യാനുള്ള ഫിൽറ്റർ ഇല്ലല്ലോ, ഇത് ആ സ്റ്റോണിൽ നിന്ന് മാത്രമേ എയർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ തീറ്റ പരമാവധി അളവ് കുറച്ചെടുക്കുക, അതെങ്കിൽ വിശപ്പ് മാറാനായിട്ട് മാത്രം. ഇനി തീറ്റ കൊടുക്കുന്ന ഒരു തോന്നുന്ന സമയത്ത് കൊടുക്കുക, അത് നമ്മൾ ഒരു കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് കൊടുക്കുക. വൈകിട്ടാണ് നമുക്ക് വെക്കുന്ന സമയമെങ്കിൽ ആ സമയത്ത് കൊടുക്കുക. എല്ലാ ദിവസവും കൃത്യസമയത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മീനുകൾ നമ്മൾ ആ കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും തീറ്റ എടുക്കാൻ വരുമ്പോഴത്തേക്കും അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഓടി കളിക്കുന്നതാണ്. സ്പീഡ് വരുന്നു, അത് വെള്ളത്തിൽ നിന്ന് മീനുകളിൽ നിന്ന് തീറ്റ എടുക്കാണ്ട് ശ്രമിക്കുന്നു, ഭയങ്കര ബഹളമായിരിക്കും. അതൊരു നല്ല കാഴ്ച തന്നെയായിരിക്കും നമുക്കിത്. അപ്പോൾ നമ്മുടെ എയർ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സീനറിയും മീനുകളെല്ലാം കൂടെ ഏകദേശം നമുക്കൊരു കളർഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരെണ്ണം നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ മീൻ ഓടി കളിക്കുന്ന പല കളറിലുള്ള മീനുകൾ ഇവർ ഓടി കളിക്കുന്ന കാണാനും കേട്ട് നല്ല രസമുണ്ടായിരിക്കും. ഞങ്ങൾ ഈ വെള്ളം ഇട്ടപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഒരു അര സ്പൂണോളം ഉപ്പ് കല്ലുപ്പിട്ടു. കല്ലുപ്പിടാണ്ട് മീൻകടയിലെ അക്വേറിയം കടയിലെ പുള്ളിക്കാരൻ പറഞ്ഞു തന്ന ഒരു ഐഡിയയാണ്. അതായത് ഈ ഉപ്പ് ഇട്ടുകൊണ്ട് ഒരു മീൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മീൻ എന്തെങ്കിലും ചെറിയ ഫംഗസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓക്കെ ആയിക്കോളൂ എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പലയിടത്തും വരുന്ന മീനുകളാകുമ്പോഴത്തേക്കും എന്തെങ്കിലും അസുഖങ്ങളും കാണും. അപ്പോൾ അത് വരാൻ സാധ്യത കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഉപ്പിട്ടു. മീനുകൾ നീന്തി കളിച്ചു തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ളതാണ്. അതായത് വീട്ടിൽ പ്രായമുള്ളവരോ വയ്യാണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു നേരം പോക്കായിക്കളും, കുട്ടികൾക്കൊരു നേരം പോക്കായിക്കളും. അതിൻ്റെ ഇടയ്ക്ക് തീറ്റ കൊടുക്കുന്നതും നമുക്ക് എല്ലാവർക്കും വലിയ കുളമുണ്ടാക്കി അതിനകത്ത് മീനെ വളർത്താനൊക്കെ സാധ്യമല്ലല്ലോ. ഇതൊരു നേരം പോക്കിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലെ മനോഹരമായ അക്വേറിയങ്ങളും അതിൻ്റെ അകത്ത് സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കി മറ്റുള്ളവർക്ക് ഒരു കൗതുകമുണർത്തുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കട്ടെ നിങ്ങൾക്കും. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഇതിൻ്റെ ഇടയിൽ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. Okay, bye.